അല്ല നമ്മൾ മീൻകറി വെക്കാൻ തുടങ്ങുവാണേ. അപ്പോൾ മീൻകറിക്കുള്ള പച്ചമുളക്, കരിയാപ്പില എല്ലാം റെഡിയാക്കി വെച്ചു. പിന്നെ 2 ചട്ടി വെച്ചിട്ടുണ്ട്. അതിനകത്തോട്ട് ശകലം കടുകിട്ടിട്ടുണ്ട്. ഇനി നമ്മളെന്താ ചെയ്യുന്നത് വെച്ചാൽ സവോള, പച്ചമുളക് അങ്ങനെയുള്ള ഐറ്റംസ് അതിനകത്തോട്ട് ഇടുവാണ് കേട്ടോ. അത് ഇട്ട് കഴിഞ്ഞിട്ട് നന്നായിട്ട് ഇളക്കണം. എന്നിട്ട് അത് നന്നായിട്ട് ഇളക്കണേ. നന്നായിട്ട് ഇളക്കി കഴിയുമ്പോൾ ഇച്ചിരി അത് വഴന്ന് വരാൻ വേണ്ടി നമുക്ക് ഇച്ചിരി ഉപ്പൊക്കെ ചേർക്കാം കേട്ടോ. ഉപ്പൊക്കെ ചേർത്ത് കഴിഞ്ഞാൽ നന്നായിട്ട് വഴന്ന് കിട്ടാൻ എളുപ്പമാണ്. അതുകൊണ്ട് ഇച്ചിരി ഉപ്പൊക്കെ ചേർത്ത്. നിങ്ങളുടെ വീട്ടിലൊക്കെ ഇങ്ങനെയാണ് ഗൈസ് മീൻകറി വെക്കുന്നത്. പലയിടത്തും പല രീതിയിലാണ്. അപ്പോൾ നമ്മൾ വെക്കുന്ന ഈ രീതിയിലാണ് കേട്ടോ. പിന്നെന്താണെന്ന് വെച്ചാൽ നമ്മളതിന് ചേർക്കാനുള്ള മുളക് പൊടി ഐറ്റംസുകളെല്ലാം റെഡിയാക്കുവാണ്. മുളക് പൊടി, മഞ്ഞൾപ്പൊടി, പിന്നെ എന്താ പറയുക ഉപ്പ് നമ്മൾ ഓൾറെഡി ശകലം ഇട്ടിട്ടുണ്ട്. എന്നാലും അതിനകത്ത് നോക്കി വേണം ചേർക്കാം. അപ്പോൾ മുളക് പൊടി ഇട്ടിട്ടുണ്ട്. ഇനി ഇച്ചിരി മഞ്ഞൾപ്പൊടി ശകലം ചേർത്തു. ഇനി നന്നായിട്ട് ഇളക്കണമേ. എന്നിട്ട് കുറച്ച് വെള്ളം ഒഴിക്കുക. മീനിനകന്ന് വരാൻ അത്രയും വെള്ളം ഒഴിച്ചാൽ മതി. പിന്നെ കുറച്ച് 2 സ്പൂണോളം വിനാഗിരി ഒഴിക്കണം കേട്ടോ. പുളിക്കാണേ ഇത്. പുളിക്ക് നമ്മൾ 2 സ്പൂൺ വിനാഗിരി ഒഴിച്ച് നന്നായിട്ട് ഇളക്കുക. മീൻ പെറുക്കിയിടുക. വേണ്ടേ മീനെ. എന്നിട്ട് ഉപ്പ് നോക്കിയിട്ട് നമ്മൾ ഉപ്പ് കുറവുണ്ടെന്നെങ്കിൽ ശകലം കൂടി ചേർക്കാം. മീൻ തിളച്ച് വരുന്നു കേട്ടോ. ഇപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാണെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക. ബൈ ബൈ.